സോ സെക്കൻഡറി സ്റ്റോറേജിൽ തന്നെ പലതരത്തിലുള്ള ഇപ്പോൾ നമ്മൾ റൈറ്റ് വൺസ് റീഡ് മെനി എന്ന് പറയുന്ന തരത്തിലുള്ള ഡിസ്കുകൾ, റീറൈറ്റബിൾ CD-കളെ പറ്റി നമ്മൾ പറഞ്ഞു. നമുക്ക് പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് പറയാനുള്ള DVD-കളെ പറ്റിയിട്ടാണ്. അത് ഡിജിറ്റൽ വേഴ്സ്റ്റൈൽ ഡിസ്ക് എന്നാണ് പറയുക. നമുക്കറിയാം DVD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു DVD-യിൽ 4.7 GB 4.7 GB സ്പേസ് ഉള്ളതാണ് ഒരു DVD എന്ന് പറയുന്നത്. സെയിം നമ്മുടെ CD പോലെ തന്നെ, കോമ്പാക്ട് ഡിസ്ക് പോലെ തന്നെ. പക്ഷേ ഒരു കോമ്പാക്ട് ഡിസ്കിൽ 700 MB ആയിരുന്നത് ഇതിൽ 4.7 MB ആണ്. അതെന്ന് വെച്ചാൽ ഒരു ഡാറ്റ കുറച്ചും കൂടി അധികം ഹൈ വോളിയം ഓഫ് ഡാറ്റ ഉൾക്കൊള്ളാനായിട്ട് DVD-യിൽ സാധിക്കുന്നു. പിന്നെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് അത് 12 MB ആണ്. 12 MB/s ആണ്. അത്രയും ട്രാൻസ്ഫർ സ്പീഡ് DVD-യിലുണ്ട്. അപ്പോൾ CD-യെക്കാളും ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യുക DVD ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിസ്കുകൾ, അതിൻ്റെ ലെയർ അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്ന വെച്ചാൽ ഇപ്പോൾ ഒരു ഡിസ്കും ഒരു CD DVD ഒക്കെ സെയിം വലുപ്പം തന്നെയാണുള്ളത് പുറമേക്ക് എക്സ്റ്റേണലായിട്ട്. ബട്ട് ഉള്ളിൽ അതിൻ്റെ സ്റ്റോറേജിൽ അല്ലെങ്കിൽ ആ സ്റ്റോറേജിൽ ആ സ്പേസിൽ ഡാറ്റ അടയാളപ്പെടുത്തുന്നതിലുള്ള വ്യത്യാസം, അതിലുള്ള ആ സ്റ്റോറേജ് സ്പേസ് പാർട്ടീഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളിലെ വ്യത്യാസം കൊണ്ടാണ് DVD-യിൽ സ്പേസ് കൂടുന്നത്, CD-യിൽ സ്പേസ് കുറയുന്നത്. സോ DVD കഴിഞ്ഞ് പിന്നെ നമുക്ക് BD എന്ന് പറയുന്ന ബ്ലൂറേ ഡിസ്കുകൾ, അതിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഇപ്പം നമ്മൾ അധികം ബ്ലൂറേ ഡിസ്ക് അത്ര കോമൺ ആയിട്ടില്ലെങ്കിലും ഒരുവിധ സ്ഥലത്തൊക്കെ നമുക്ക് അവൈലബിൾ, അല്ലെങ്കിൽ ബ്ലൂറേ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയിൽ ഇപ്പോൾ 1080 HD എന്നൊക്കെ പറയുന്ന ഏകദേശം അത്രയ്ക്കും നമ്മുടെ കേബിൾ കണക്ഷൻ തന്നെ അങ്ങനത്തെ HD കണക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അതിനായിട്ട് അത്രയും ഹൈ ഡെഫിനിഷനിലുള്ള വീഡിയോസ് നമുക്ക് ലഭിക്കുവാനായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് BD അഥവാ ബ്ലൂറേ എന്ന് പറയുന്നത്. സെയിം ഇതേപോലത്തെ ഒരു ഒപ്റ്റിക്കൽ ഡിസ്ക് തന്നെയാണ്. ഈ പറയുന്ന റെക്കോർഡ് ചെയ്യാൻ പറ്റും, റീറൈറ്റ് ചെയ്യാൻ പറ്റും, ദെൻ പ്ലേ ബാക്ക്, അങ്ങനത്തെ സംഗതികൾ തന്നെ. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്കിന് 25 GB അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഒരു 25 GB 25 GB സിംഗിൾ ലെയർ ഡിസ്കിൽ പറ്റും, 50 GB ഡബിൾ ലെയർ ബ്ലൂറേ ഡിസ്കിൽ സാധിക്കും. റീറൈറ്റബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നമ്മളൊരു വ്യത്യാസം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ബ്ലൂറേ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ റൈറ്റ് ചെയ്യാൻ പോകുന്ന ഫയലിൻ്റെ സൈസും വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 4.7 GB DVD-യിൽ നമ്മൾ ചിലപ്പോൾ 1 or 2 സിനിമാസ് കൊണ്ടിരുന്നത് ചിലപ്പോൾ ബ്ലൂറേ ഡിസ്ക് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഫിലിം തന്നെ ചിലപ്പോൾ കൂടുതലുള്ളൂ. ഓക്കെ, ബിക്കോസ് 50 GB എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ കണ്ടന്റിന്റെ വലുപ്പം അത് വളരെ അപ്പോൾ ആ ബ്ലൂറേ എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടന്റ് അതും ഈ പറയുന്ന ക്വാളിറ്റി, അതിൻ്റെ കണ്ടന്റിന്റെ ക്വാളിറ്റിയും വളരെ വലുതായിരിക്കും. സോ പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ DVD-യിൽ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു റെഡ് റേ ലൈറ്റ് ആയിരുന്നെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ബ്ലൂറേ, നീല പ്രകാശമുള്ള ഒരു തരം ലൈറ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ടാണ് അതിന് ബ്ലൂറേ ഡിസ്ക് എന്ന് പേര് വന്നത്. DVD-യിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെഡ് ലൈറ്റിംഗ് ആയിരുന്നെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്ന ആ LED ഒപ്റ്റിക്കൽ ലേസർ രശ്മികൾ എന്ന് പറയുന്നത് നീല നിറത്തിലുള്ളതാണ്. സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ്, അല്ലെങ്കിൽ ഇറ്റ് കോമൺലി കോൾഡ് ആസ് ബ്ലൂറേ ഡിസ്ക് അഥവാ BD എന്ന് പറയുന്നു. ഓക്കെ, അത് അപ്പോൾ ഡിസ്കുകളുടെ ഒരു നിര നമുക്ക് അങ്ങനെ കഴിഞ്ഞു. സെക്കൻഡറി സ്റ്റോറേജിൽ ഡിസ്കുകളുടെ ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഫ്ലാഷ് മെമ്മറി. എന്താണ് ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ് ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്ലാഷ് മെമ്മറിയുടെ ആക്ച്വൽ ഒരു മീനിങ് എന്ന് പറഞ്ഞു, സോ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡെഫിനേഷൻ ഞാൻ ജസ്റ്റ് വായിക്കാം. Flash memory is a type of constantly powered, non-volatile memory that can be erased and reprogrammed in units of memory called blocks. It is a variation of electrically erasable programmable read-only memory. EEPROM. EEPROM എന്ന് പറയുന്നതാണ് erasable, electrically erasable, programmable, read-only memory എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. സോ അത് മാറ്റി നമ്മൾ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു പേരിലേക്ക് മാറ്റി. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ്ലി പവേർഡ് നോൺ വോളറ്റൈലി മെമ്മറി, അതായത് നോൺ വോളറ്റൈൽ ആണ്. ഈ പറയുന്ന പോലെ നമുക്ക് വോളറ്റൈൽ മെമ്മറി പോലെ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഓൾ സെക്കൻഡറി മെമ്മറി പോലെ തന്നെ നോൺ വോളറ്റൈൽ, അല്ലെങ്കിൽ നമുക്കത് റീഡ് ചെയ്ത് അത് ഇറേസ് ചെയ്യാം അല്ലെങ്കിൽ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒറ്റ പ്രാവശ്യം നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു മെമ്മറി അത് ഒറ്റ പ്രാവശ്യം സേവ് ചെയ്ത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. വീണ്ടും വീണ്ടും റീറൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ റീറൈറ്റ് എന്ന് പറയാൻ സാധിക്കില്ല, റീപ്രോഗ്രാംഡ് എന്നാണ് പറയാം. അപ്പോൾ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും.
ഓക്കെ, ഇറേസ് ചെയ്യാൻ ആവശ്യമെങ്കിൽ റീപ്രോഗ്രാം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അത്തരം മെമ്മറിനെയാണ് ഫ്ലാഷ് മെമ്മറി എന്ന് പറയുക. ബിക്കോസ് അതിൻ്റെ ഇടയിലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സംതിങ് ഇലക്ട്രിക്കലി എന്നുള്ളൊരു വാക്ക് അതിൽ വരുന്നുണ്ട്. വേരിയസ് ഓഫ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ. അതായത് എന്തോ ഒരു കൈൻഡ് ഓഫ് ചെറിയൊരു ഇലക്ട്രിക് പാസേജ് അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ സംഗതി. അതാണ് ഇപ്പോൾ ചെറിയൊരു LED ബൾബ് ഒരുവിധം USB-യിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ആ ഒരു ലൈറ്റിംഗ് വരുന്ന ചെറിയ ഇലക്ട്രിക് പൾസുകളുടെ സഹായത്തോടെയാണ് അതിൽ ഈ പറയുന്ന ഡാറ്റ എന്താ കാണിക്കുന്നുണ്ട്, ഈ പറയുന്ന ഡാറ്റ അതിൽ റൈറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും ഒക്കെ. സോ അതാണ് ഈ ഫ്ലാഷ് മെമ്മറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ബാക്കിയുള്ള സംഗതികളെ അപേക്ഷിച്ച്. ഇനി ഈ ഫ്ലാഷ് ഡ്രൈവിലത്തെ തന്നെ വകഭേദങ്ങളാണ് നമ്മൾ കോമൺലി പറയാറുള്ള USB ഫ്ലാഷ് ഡ്രൈവ് അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറി കാർഡ്. അതൊക്കെ ഇതിന്റെ വകഭേദങ്ങളാണ്. USB എന്നുള്ളതൊക്കെ പിന്നീട് വരുന്നതാണ്. ഇതിന് ഒറ്റ പേര് എന്ന് പറയുന്നത്, അതായത് റിമൂവബിൾ ആയിട്ട് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ചെറിയ മെമ്മറി അല്ലെങ്കിൽ മെമ്മറി സ്റ്റിക്കുകൾ അല്ലെങ്കിൽ മെമ്മറി കാർഡുകൾ, അതിനെ കോമൺലി നമ്മൾ വിളിക്കുന്ന പേര് ഫ്ലാഷ് ഡ്രൈവ് എന്നാണ്. ഓക്കെ, മെമ്മറി കാർഡുകൾ, USB സ്റ്റിക്കുകൾ, അങ്ങനത്തെ തരത്തിലുള്ള കോമൺ സംഗതികളൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ പറയുന്ന ഒരു ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്ന പേരാണ്. ഓക്കെ, ഇനി USB ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്, USB പോർട്ടുകൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ചാർജറിന്റെ ഒക്കെ പോർട്ട് കണ്ടിട്ടില്ലേ. സോ ആ പോർട്ടിന് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് പറയുന്ന USB എന്ന് പറയുന്നത്. സോ ആ പോർട്ടുമായി ബന്ധിപ്പിക്കുന്ന ഇത്തരം ഫ്ലാഷ് മെമ്മറികൾ USB ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറയുന്നു. ഓക്കെ, അത് പലതരത്തിലുള്ള, ഇപ്പൊ തന്നെ USB നമുക്കറിയാം, പലതരത്തിലുള്ള USB ഫ്ലാഷ് ഡ്രൈവുകൾ ഉണ്ട്. കാർഡ് ടൈപ്പ് ഉണ്ട്, അതിൽ തന്നെ 4GB 8GB അല്ലെങ്കിൽ എബവ് 8GB ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള ഫ്ലാഷ് ഡ്രൈവുകൾ ഇപ്പോഴേ അവൈലബിൾ ആണ്. ഓക്കെ, സോ അത്തരത്തിലുള്ള ആ പോർട്ട് ഇങ്ങനത്തെ സ്റ്റോറേജ് ഫംഗ്ഷൻ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മൾ USB ഫ്ലാഷ് ഡ്രൈവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സ്മോളറാണ്, പിന്നെ ഡ്യൂറബിൾ ആണ്, അങ്ങനത്തെ കുറേ ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട്. അതിന് ഈ പേരുകൾ തം ഡ്രൈവ്, ജം ഡ്രൈവ്, പെൻ ഡ്രൈവ്, കീ ഡ്രൈവ്, ടോക്കൺ, അതായത് പെന്നിനോട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അത് പെൻ ഡ്രൈവ്. സോ കീയോട് അറ്റാച്ച് ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ ജസ്റ്റ് അതൊക്കെ പെൻ ഡ്രൈവ് എന്ന് പറയുന്ന അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഒപ്പം കയറി വരുന്ന പേരുകളാണ്. പല പേരുകൾ ഈ പറയുന്ന പോലെ നമ്മുടെ മഹീന്ദ്രയുടെ പിക്കപ്പിന് ചില സ്ഥലത്ത് വാൽമാക്കറി എന്നൊക്കെ വിളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പല പല പേരുകളിൽ അങ്ങനെ നീണ്ടു പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നാഷണൽ പെർമിറ്റ് ലോറികൾ തമിഴ് ലോറി, തമിഴ് വണ്ടി എന്നൊക്കെ വിളിക്കുന്ന പോലെ അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന പോലെ കുറേ പേരുകൾ കയറി വരുന്നു. ആക്ച്വലി അത് USB ഫ്ലാഷ് ഡ്രൈവ് ആണ്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം, ട്രാൻസ്ഫർ ചെയ്യാൻ, ഈ ഡിവൈസ് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതിന്റെ രണ്ടാമത്തെ ഒരു വിഭാഗമാണ് ഫ്ലാഷ് മെമ്മറി കാർഡ്സ് എന്ന് പറയുന്നത്. ഫ്ലാഷ് മെമ്മറി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ SD കാർഡ് ഉൾപ്പെടെ, നമ്മുടെ ഫോണിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന SD കാർഡാണ്. എന്നാൽ പണ്ട് നോക്കിയയുടെ നമ്മുടെ കുറച്ച് വലിയ ഫോണുകൾ N72 പോലത്തെ ഫോണുകളിലൊക്കെ വന്നിരുന്നു ഈ പറയുന്ന പോലെ MMC അത്തരത്തിലുള്ള കാർഡുകളാണ്. ഇപ്പൊ നമുക്ക് വരുന്നത് മൈക്രോ SD കാർഡുകളാണ് ഇപ്പൊ നമുക്ക് വരുന്നത്. ഓക്കെ, ക്യാമറയുടെ ഉള്ളിലൊക്കെ SD കാർഡ്സ് ആണ്. സോ അതിൽ തന്നെ പലതരത്തിലുള്ള കാർഡുകൾ, ലോട്ട്സ് ഓഫ് പലതരത്തിലുള്ള കാർഡുകളുണ്ട്. ഓക്കെ, പല ഓരോ ഡിവൈസിനും ഓരോ തരത്തിലുള്ള കാർഡുകളുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് മെമ്മറി മറ്റേത് USB ഡ്രൈവ് വെച്ചിട്ടാണെങ്കിൽ മെമ്മറി കാർഡിന് നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു USB പോർട്ട് ഇല്ല. മെമ്മറി കാർഡിന്റെ അഡാപ്റ്റർ ഇട്ടിട്ട് വേണം റീഡ് ചെയ്യുക, അല്ലെങ്കിൽ അഡാപ്റ്റർ എടുത്തിട്ട് പിന്നെ USB കാർഡിന്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം റീഡ് ചെയ്യാനായിട്ട്. സോ ഇതിലെന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഫ്ലാഷ് മെമ്മറി കാർഡ്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് വിഭാഗമായിട്ട് നിർത്തി. ബിക്കോസ് ഇതിന് ആ USB പോർട്ടുകളായിട്ട് ഡയറക്റ്റ് ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ ആ പോർട്ട് കിട്ടിയോണ്ട് എക്സ്ട്രാ ഒരു പെരിഫർ കണക്ട് ചെയ്താൽ മാത്രമേ റീഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഫ്ലാഷ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ വേറൊരു വിഭാഗമായിട്ട് നിർത്തി. ഇറ്റ് ഈസ് ഓൾസോ എ സ്മോൾ സ്റ്റോറേജ് മീഡിയം. സോ നമ്മുടെ ഇതിനെ പറ്റിയിട്ടൊന്നും അധികം ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള സെയിം സംഗതി തന്നെ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്ട്രാ സെക്കൻഡറി ആയിട്ടുള്ള നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറികളാണ് ഫ്ലാഷ് കാർഡ്. ഞാൻ കുറച്ച് ടൈപ്സ് ഓഫ് ഫ്ലാഷ് കാർഡ്സിന്റെ പേര് പറയാം. SD കാർഡ്, സെക്യൂർ ഡിജിറ്റൽ കാർഡ് എന്നാണ് SD കാർഡിന്റെ പേര്. ആഫ്റ്റർ ദാറ്റ് കോമ്പാക്ട് ഫ്ലാഷ് കാർഡ്, CF എന്ന് പറയുന്നു. ദെൻ സ്മാർട്ട് മീഡിയ കാർഡ്, മൾട്ടിമീഡിയ കാർഡ് MMC, മൈക്രോ SD റെഫേർഡ് ആസ് മെമ്മറിസ്റ്റിക് മൾട്ടിമീഡിയ കാർഡ്, MMC മൾട്ടിമീഡിയ കാർഡ്. മൈക്രോ SD എന്ന് പറഞ്ഞാൽ T ഫ്ലാഷ് അല്ലെങ്കിൽ ട്രാൻസ് ഫ്ലാഷ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പലതരത്തിലുള്ള മെമ്മറി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലത് ഇപ്പോൾ ഔട്ട് ഓഫ് മാർക്കറ്റാണ്, ഇപ്പോൾ പലതും അവൈലബിൾ അല്ല. നമുക്ക് അവൈലബിൾ ഇപ്പോഴും സുലഭമായിട്ടുള്ളത് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന മൈക്രോ SD കാർഡാണ്. നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള കാർഡുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റേ MMC എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പോൾ ഒരുവിധം കിട്ടാനില്ലാത്തൊരവസ്ഥയായി തുടങ്ങി. ഓക്കെ. അപ്പോൾ ഇത് റീഡ് ചെയ്യാന്ന് വെച്ചാൽ മെമ്മറി കാർഡിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ടാണ്. സോ അതിനെ പറ്റിയിട്ട് ഞാൻ ഇനി അധികം നമ്മൾ സമയം കളയുന്നില്ല. വി ആർ ഗോയിങ് ടു റോൾ ഓഫ് മെമ്മറി ഇൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എന്താണ് കമ്പ്യൂട്ടറിൽ മെമ്മറിയുടെ ഒരു പ്രാധാന്യം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.